നബി തങ്ങൾ പറഞ്ഞു ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമരായ മനുഷ്യന്മാർ എൻ്റെ തലമുറയാണ്, പിന്നെ അടുത്തവരാണ്, പിന്നെ അടുത്തവരാണ്. അതാണ് നബിയും സ്വഹാബത്തും താബിഈകളും തബഉ താബിഈകളും. ഇതാണ് ഖൈറായവർ എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. അതേപോലെ നേരത്തെ പറഞ്ഞ ഹദീസ് നബി തങ്ങൾ പറഞ്ഞു എനിക്ക് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, എൻ്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കുക, ഖുലഫാഉർ റാഷിദീന്റെ ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കുക. അതാണ് മൻഹജ്. നബി തങ്ങൾ വീണ്ടും വിശുദ്ധ ഖുർആൻ വീണ്ടും പഠിപ്പിക്കുന്നു വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവർ ശുഹദാഇന്റെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്, അംബിയാഇന്റെ കൂടെയാണ്. അതാ സിറാത്തുൽ മുസ്തഖീം. അതാ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ വഴി കാണിക്കണേ അല്ലാഹ്. ഏതാ സിറാത്തുൽ മുസ്തഖീം? അംബിയാഇന്റെ വഴി, സിദ്ദീഖീങ്ങളുടെ വഴി, ശുഹദാഇന്റെ വഴി, സ്വാലിഹീങ്ങളുടെ വഴി. സിദ്ദീഖീൻ ഒന്നാമന്മാരാരാ? സ്വഹാബിമാർ. സ്വാലിഹീങ്ങൾ ഒന്നാമന്മാരാരാ? സ്വഹാബിമാർ. ശുഹദാക്കൾ ഒന്നാമത്തവരാ? സ്വഹാബിമാർ. രണ്ടാമത്തെ താബിഈങ്ങൾ, മൂന്ന് താബിഉ താബിഈകൾ. അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് എങ്ങനെ ഖുർആൻ സ്വീകരിക്കുക, എങ്ങനെ ഹദീസ് സ്വീകരിക്കുക? ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങളുടെ പ്രമാണം ഖുർആനും ഹദീസുമാണ്. എങ്ങനെ സഹോദരന്മാരെ ഖുർആൻ ഹദീസും സ്വീകരിക്കുക? അതുകൊണ്ടാണ് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ എഴുതി, ഫദ്ലു ഇൽമി സലഫ് അലാ ഇൽമിൽ ഖലഫ്. ഫദ്ലു ഇൽമി സലഫ് അലാ ഇൽമിൽ ഖലഫ്, പൂർവികന്മാരുടെ അറിവിൻ്റെ മഹത്വം പിൽക്കാലക്കാരുടെ അറിവിനേക്കാൾ. പിൽക്കാലത്ത് മാലിമീങ്ങളുണ്ട്, പൂർവ്വകാലത്ത് മാലിമീങ്ങളുണ്ട്. പക്ഷേ പിൽക്കാലക്കാരുടെ അറിവ് പോലെയല്ല ആദ്യകാലക്കാരുടെ അറിവ്. വ്യത്യാസമുണ്ട്. ഒരറിവ് അമലാക്കിയ അറിവാണ്, അവരെ അറിവ് അമലാക്കിയ അറിവാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു ഞങ്ങൾ നബിന് 10 ആയത്ത് ആദ്യം പഠിക്കും, എന്നാൽ ആ 10 ആയത്ത് അമൽ ചെയ്യും, ശേഷമേ അടുത്ത 10 പഠിക്കൂ, പിന്നെ അത് അമൽ ചെയ്യും, പിന്നെ അടുത്ത 10 പഠിക്കും. അതുകൊണ്ട് ഫതഅല്ലംനൽ ഖുർആന വൽ അമല ബിഹി ജമീഅ, ഞങ്ങൾ ഖുർആനും പഠിഞ്ഞു, അതിന് കൂടെ അമൽ ചെയ്യാനും പഠിഞ്ഞു. വെറുതെ ഹാഫിലിങ്ങൾ ഓലെ കൂട്ടത്തിലില്ല. ഓലെ ഖുർആൻ അമൽ ചെയ്ത് തത്ബീഖ് ചെയ്ത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് അവർ ഖുർആൻ ഹദീസും പഠിച്ചത്. അവരുടെ ഇൽമിന് ആ മഹത്വമുണ്ട്.